പിന്നെ എന്തൊക്കെയാ മനസ്സിലായത് സൈന്? പിന്നെ എർത്തില്ലേ നമ്മളെ ചുറ്റുന്നില്ലേ, അതുകൊണ്ടാണ് നമ്മൾ രാത്രി രാവിലെ ആവുന്നത്. പിന്നെ അത് എർത്ത് സണ്ണാണ് നമ്മളെ ചുറ്റുന്നത്, എർത്ത് സണ്ണിനെയാണ് ചുറ്റുന്നത്. എർത്ത് ആരെയും ചുറ്റുന്നത്? എർത്ത് അല്ല സണ്ണാണ് നമ്മളെ ചുറ്റുന്നത്. സണ്ണല്ല, എർത്താണ് സണ്ണിനെ ചുറ്റുന്നത്, നമ്മള് സണ്ണിനെ ചുറ്റുന്നത്. അതുകൊണ്ട് ചുറ്റുമ്പോഴാണ് ഒന്ന് നമ്മള് എന്താ റൂമിൽ പോയിട്ട് എന്താ ടോർച്ചും ബോളും കൂടി എടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയി അവിടെ ലൈറ്റ് ഓഫ് ആക്കുക. റൂമിൽ പോയിട്ട് ആദ്യം എന്താ ലൈറ്റ് എടുത്തിട്ട് ബോളും എടുത്തിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുക റൂമിൽ പോയിട്ട്. എന്നിട്ട് ലൈറ്റ് കത്തിച്ചിട്ട് ടോർച്ചിന്റെ ലൈറ്റ് കത്തിച്ചിട്ട് അത് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു നോക്കിക്കൊണ്ടി. അപ്പൊ നമുക്ക് കാണാനും ശരിക്കും പറ്റും. ഡേ ആൻഡ് നൈറ്റ് അല്ലേ? എങ്ങനെ അറിയോ? ഇങ്ങനെ പോകുമ്പോ ഇവിടെ നൈറ്റും ഡേയും നൈറ്റും ഡേയും അങ്ങനെ വരും. അതുകൊണ്ടാണ് ഡേയും നൈറ്റും അങ്ങനെ വരുന്നത്. എർത്ത് എങ്ങോട്ടാ ചുറ്റുന്നത്? ഏത് സൈഡിലേക്കാണ് ചുറ്റുന്നത്? വെസ്റ്റ് ടു ഈസ്റ്റ്. ഈസ്റ്റിലേക്കാണ് ചുറ്റുന്നത് അല്ലേ? എർത്ത് എങ്ങനെയാ പല രീതിക്കാണോ ചുറ്റുക? എന്താ പാത്തിന് എന്തായിരുന്നു പറയാ? ഓർബിറ്റ് ആണ് ആ പാത്തിന്റെ പേര്. ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോവില്ല. എന്താ അറിയോ, ആ സണ്ണ് പറഞ്ഞ പോലെ തന്നെ വഴി കൂടെ തന്നെ ഇങ്ങനെ തന്നെ പോകണം. അല്ലാണ്ട് ഇങ്ങനെ പോയാൽ കൂട്ടിരിച്ചോ അല്ലേ പ്ലാനറ്റ്സ് തമ്മില്? പിന്നെ എന്തൊക്കെയാ സൈന മനസ്സിലായത്? സൈൻ എന്തൊക്കെയാ പിന്നെ മനസ്സിലായത് സ്പേസിനെ പറ്റിയിട്ട്? സ്പേസിനെ പറ്റി എർത്തിന് എത്ര ലെയർ ഉണ്ട്? 5 ലെയർ ഉണ്ട്. ലെയർ പറഞ്ഞ് അറ്റ്മോസ്ഫിയർ എന്താ 3 ലെയർ ആയിട്ട് 5 ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചിട്ടുണ്ട്. അതിനെ പറ്റി പഠിക്കണം അല്ലേ? എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ആദ്യത്തേത് സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ പിന്നെന്തായിരുന്നു? ട്രോപ്പോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, പിന്നെന്തായിരുന്നു? ട്രോപ്പോസ്ഫിയർ, മെസോസ്ഫിയർ. ആകുമ്പോൾ പഠിക്കട്ടെ, പഠിച്ചിട്ട് എന്താ പറയാ നമുക്ക്. പിന്നെന്താ സൈന മനസ്സിലായത്? പിന്നെ ഇപ്പൊ സുനിത വില്യംസ് എവിടെയാ, ഏതിൻ്റെ അണ്ടറിലുള്ള ആസ്ട്രോണട്ടാണ്? അവിടെയാണ്. അവിടുത്തെ എന്താ സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്പേസിൽ പോകുന്നവർ എന്താ പറയാ? ഈ സ്പേസിൽ പോകുന്ന ആൾക്കാർ പറയുന്നത് ആസ്ട്രോണറ്റ്. ഈ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ബാക്കിയുള്ള ഫ്രണ്ട്സ് ആണ്. അവര് ബുച്ച് വിൽമോറിനും സുനിത വില്യംസിന്റെയും ഫ്രണ്ട്സ് ആണ് മറ്റേ 2 പേരും. അതൊക്കെ അവിടുത്തെ ആസ്ട്രോണട്സ് ആണ്. അവരൊക്കെ ഒരു ഫ്രണ്ട്സ് ആയതുകൊണ്ട് ആസ്ട്രോണറ്റ് ആയതാ. ഓരോ പേരാണ് ആസ്ട്രോണറ്റ്. പിന്നെന്താ നമ്മൾ ന്യൂസിൽ കേട്ടത് ഓർമ്മയുണ്ടോ? ഏത് അത് പറഞ്ഞോ? ഏത് ഇതിലാണ് വരുന്നത്? സ്പേസ് ക്രാഫ്റ്റിലാണ് വരുന്നത്? ഏത് സ്പേസ് ക്രാഫ്റ്റിലാണ് വരുന്നത്? പറഞ്ഞോ? ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ. അപ്പോൾ എന്താ നമ്മൾ ഇന്ന് രാത്രി അല്ല നാളെ പഠിച്ചിട്ട് വരും അല്ലേ? 3 മണിക്ക് വരും. 3 മണിക്ക് വരും. ഓക്കെ.